ശ്രീ പി ശ്യാംരാജ്, കാലടി സംസ്കൃത സർവകലാശാലയിൽ എന്താണ് സാഹചര്യം എന്നുള്ളത് കൃത്യമായി തന്നെ അധികൃതർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ സഹിതം പോലീസും എക്സൈസും അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അധികൃതർ തന്നെ ഒരു ഉപസമിതി നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിലോട്ടൊന്നും കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ മറ്റൊരു വിഷയം താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഈ SFI ABVP മാപ്പ് പറയുക എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ അടക്കം ഇട്ടിട്ടുണ്ട്. അതായത് കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി സമൂഹത്തെ അപമാനിച്ച ABVP മാപ്പ് പറയുക എന്നുള്ളതാണ്. സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ അക്കാദമിക സ്വാതന്ത്ര്യത്തെയും പൗര സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്ന ഉത്തരവിനെതിരെ നടക്കുന്ന SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സമരത്തെ ലഹരി മാഫിയയ്ക്കു വേണ്ടിയുള്ള സമരമെന്ന് വിശേഷിപ്പിച്ച ABVP മാപ്പ് പറയുക എന്നുള്ളതാണ്. ABVP അല്ലല്ലോ വിശേഷിപ്പിച്ചത്. പോലീസിന്റെയും എക്സൈസിന്റെയും തെളിവുണ്ട്. ഈ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഉപസമിതിയുടെ തന്നെ റിപ്പോർട്ടുണ്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. പിന്നെ SFI ഏത് രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാനതാണ് പറയാൻ വേണ്ടി വരുന്നത്. നോക്കൂ, ഇന്ന് കാലടി സർവകലാശാല കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇന്ന് കാലടി സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള അവരുടെ പ്രസ് നോട്ടാണിത്. അപ്പോൾ അതിലവരെഴുതാ, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിനും ലഹരി വിമുക്ത ക്യാമ്പസാക്കി മാറ്റുന്നതിനുമായി കാലടി മുഖ്യ ക്യാമ്പസിൽ നടപ്പിലാക്കിയ ഉത്തരവിനെതിരെ ഈ പറഞ്ഞിരിക്കുന്ന ABVP-കാരനോ BJP-കാരനൊന്നുമല്ല, സർവകലാശാല പുറത്തുവിട്ടിരിക്കുന്ന പ്രസ് നോട്ടിലാണ് പറയുന്നത്. സർവകലാശാലയിൽ അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിനും ലഹരി വിമുക്ത ക്യാമ്പസാക്കി മാറ്റുന്നതിനുമായി കാലടി മുഖ്യ ക്യാമ്പസിൽ നടപ്പിലാക്കിയ ഉത്തരവിനെതിരെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിൽ എന്ന് പറഞ്ഞത് BJP-കാരനോ ABVP-കാരനോ ഒന്നുമല്ല. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ആള് എന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അനവധിയായിട്ടുള്ള KTU സമരങ്ങൾ, ലോ അക്കാഡമി സമരങ്ങൾ, മധുവിന് വേണ്ടിയിട്ട് പാലക്കാട് അട്ടപ്പാടി മുതൽ പാലക്കാട് വരെ പൊരുവേലത്ത് നടയായിട്ടുള്ള സമരങ്ങൾ, നിരവധി വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ABVP നിരവധി സമരങ്ങൾ ചെയ്ത, എനിക്ക് മുമ്പുള്ള ആളുകളും ശേഷമുള്ള ആളുകളും. ABVP എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അനവധിയായിട്ടുള്ള സമരങ്ങൾ ചെയ്യുകയും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലീസിന്റെ അടികൊള്ളുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, ഇന്നും പരിക്കേറ്റിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത നിരവധിയായിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഈ വിഷയം എന്ന് പറയുന്നത് കാലടി സർവകലാശാല ഇറക്കിയ പ്രസ് നോട്ടിനെ ആധാരമാക്കിയിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് വിദ്യാർത്ഥികൾ എല്ലാ കാലത്തും നമ്മുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുക എന്നുള്ള പേര് പറഞ്ഞിട്ട് ലഹരി മാഫിയകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അവരോടൊപ്പം നിൽക്കാനുള്ള SFIയുടെ കപട ഗൂഢ തന്ത്രമൊന്നും നടപ്പാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അത് വേറെ കാര്യമാണ്. അത് അവർ നന്നായിട്ട് മനസ്സിലാക്കട്ടെ. ഇവിടെ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ് 100% നിൽക്കുന്നതും. ലോ അക്കാഡമി സമരത്തിന്റെ സമയത്ത് ABVP SFI ഒക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു ലോ അക്കാഡമിയുടെ മുമ്പിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുമ്പോൾ ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഇവിടെ പ്രശ്നം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, AISF ഉണ്ടായിരുന്നു, KSU ഉണ്ടായിരുന്നു, മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുണ്ടായിരുന്നു. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെന്ന്. ഇവിടെ ഈ ഒരു ആരോപണം ഉന്നയിക്കേണ്ടത് ABVP-യുടെ നേർക്കൊന്നുമല്ല. ഈ ഒരു ആരോപണം ഉന്നയിക്കേണ്ടത് ഇവരുടെ തന്നെ ചേട്ടനായിട്ടുള്ള KS അരുൺകുമാറിനെതിരെയാണ്. അരുൺകുമാറിനോട് ചോദിക്കണം എന്തുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന്. ഇവരുടെ VC-യോട് ചോദിക്കണം എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന്. യൂണിവേഴ്സിറ്റിക്കെതിരെ സമരം ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ, ഇവരുടെ തന്നെ DYFI നേതാവിനെതിരെ പറയാൻ വേണ്ടിയിട്ട് പേടിയുണ്ടെങ്കിൽ, അത് മറ്റേതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ചുമലിലേക്ക് ഇട്ടിട്ട് കാര്യമില്ല. ഇവർ ചോദിക്കേണ്ടത് ഇവരുടെ ആളുകളോട് തന്നെയാണ്. ഇവരുടെ ആളുകൾ പുറത്തുവിട്ടിട്ടുള്ള പ്രസ് നോട്ട് എന്താണോ ആ പ്രസ് നോട്ടിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് ചർച്ച. ആ പ്രസ് നോട്ടിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇവരുടെ തന്നെ ആളുകളോട് ചോദിക്കട്ടെ. അല്ലാതെ ആടിനെ പട്ടിയാക്കാനും നോക്കിയാൽ നടക്കുന്നില്ല. കാലം മാറി. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, മീഡിയയുടെ കാലമാണ്. നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ നാടകങ്ങളൊന്നും കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് വരേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ വിദ്യാർത്ഥികളോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. ക്യാമ്പസുകൾ, കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളും സ്വസ്ഥമായിട്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അവരോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ.